റാപ്പർ സിംഗർ വേടൻ എന്ന ഹിരൺദാസിനെയും സംഘത്തെയും രാവിലെ 11 മണിയോട് കൂടിയിട്ടാണ് പോലീസ് വൈറ്റിലേക്ക് സമീപമുള്ള ഷാസ് ഫ്ളാറ്റിലെ 6H1 എന്ന റൂമിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്നത്. ഇവരെ കസ്റ്റഡി എടുക്കുമ്പോൾ റൂമിൽ കഞ്ചാവ് 6 ഗ്രാമായിരുന്നു ഉണ്ടായിരുന്നത്. കൂടാതെ 9.5 ലക്ഷം രൂപയും ഉണ്ടായിരുന്നു. 6 ഗ്രാം കഞ്ചാവ് പിടിച്ചിട്ടുണ്ട്. കഞ്ചാവ് ക്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പഫ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് OCP പേപ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഒരു വെയിങ് മെഷീൻ കിട്ടിയിട്ടുണ്ട്. ടൂത്ത് പോലെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. പുലിയുടെ പല്ലാണെങ്കിൽ അത് ഉറപ്പ് വരുത്തിയതിനു ശേഷം സിന്തറ്റിക് ഡ്രഗ്സ് ആരും ഉപയോഗിക്കരുത്, അത് ഉപയോഗിക്കാൻ പാടില്ല എന്നടക്കമുള്ള വലിയ ഉപദേശമൊക്കെ നൽകിയതാണ്. എന്തായാലും യുവാക്കളുടെ ഒരു വലിയ ഹീറോ ആയിരുന്ന, അല്ലെങ്കിൽ വലിയൊരു ആരാധനാപാത്രമായിരുന്ന ആളാണ് ഇപ്പോൾ കഞ്ചാവുമായി പിടിയിലായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്നത്. നമസ്കാരം. റാപ്പർ സിംഗർ വേടൻ എന്ന ഹിരൺദാസിനെയും സംഘത്തെയും രാവിലെ 11 മണിയോട് കൂടിയിട്ടാണ് പോലീസ് വൈറ്റിലേക്ക് സമീപമുള്ള ഷാസ് ഫ്ളാറ്റിലെ 6H1 എന്ന റൂമിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്നത്. ഇവരെ കസ്റ്റഡി എടുക്കുമ്പോൾ റൂമിൽ കഞ്ചാവ് 6 ഗ്രാമായിരുന്നു ഉണ്ടായിരുന്നത്. കൂടാതെ 9.5 ലക്ഷം രൂപയും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പറുകളും തൂക്കാൻ ഉപയോഗിക്കുന്ന ത്രാസുകളും പിന്നെ ഒരു പ്രത്യേക കാർബൺ സ്റ്റീൽ ആക്സും ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഈ 9 പേർ ചേർന്നിരുന്ന് ഇവിടെ ഈ കഞ്ചാവ് വലിച്ചതിന് ശേഷം ഇവർ വിശ്രമിക്കുകയായിരുന്നു. പോലീസ് എത്തിയപ്പോൾ മേശപ്പുറത്ത് നിന്നുമാണ് ഈ കഞ്ചാവ് കണ്ടെടുക്കുന്നത്. കൂടാതെ തൊട്ടടുത്ത് സഞ്ചിയിലായി സൂക്ഷിച്ചിരുന്ന 9 ലക്ഷം രൂപയും പോലീസ് കണ്ടെടുത്തു. പോലീസ് ചോദിച്ചപ്പോൾ ഈ 9 ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നത് ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം കിട്ടിയ തുകയാണത് ഈ കൂടെയുള്ളവർക്ക് കൊടുക്കുവാനായി വെച്ചിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും തന്നെ ഈ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു സൗണ്ട് എഞ്ചിനീയർ ഹേമന്ത് അടക്കമുള്ളവരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. എല്ലാവരും ഇയാളുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതാണ്. ഇവരെല്ലാവരും തന്നെ കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണ്. പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ ഇവർ കഞ്ചാവ് വലിച്ചിരുന്നു എന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ആ കഞ്ചാവ് വലിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന കഞ്ചാവാണ് ഈ 6 ഗ്രാം പോലീസ് കണ്ടെടുത്തത്. എന്തായാലും ഈ റാപ്പർ സിംഗറായ വേടൻ യുവാക്കളുടെ ഒരു വലിയ തരംഗമായി മാറിയിരുന്ന ഒരു കലാകാരനാണ്. അടിച്ചമർത്തപ്പെട്ടവരുടെ ഈ ശബ്ദം ഇയാളുടെ പാട്ടുകളിൽ കൂടി മുഴങ്ങി കേൾക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ വലിയ സ്വീകാര്യനായിരുന്നു. ഇയാളുടെ ഈ പരിപാടിയിൽ നിരവധി പേരാണ്, അതായത് ആയിരക്കണക്കിന് പേരാണ് പങ്കെടുക്കാൻ എത്തുന്നത്. വണ്ടർലായിലടക്കം ഇദ്ദേഹത്തിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. 6 ലക്ഷം രൂപയാണ് ഒരു പ്രോഗ്രാമിനായി ഇയാൾ വാങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കഞ്ചാവ് കണ്ടെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് ഹിൽ പാലസ് CIക്ക് പറയാനുള്ളത് കൂടി കേൾക്കാം. ഒരു ആൾട്ട് പ്ലസ് ടാലൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്ന് പറയുന്നവരാണ് ഈ ഫ്ലാറ്റ് അവർ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഹിരൺ എന്ന് പറയുന്ന വേടൻ എന്ന് വിളിക്കുന്ന ഹിരൺ, അപ്പോൾ ആളും ആളുടെ സഹപ്രവർത്തകരും ഇവിടെ ഷോയ്ക്കും മറ്റും വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ്. അയാൾ അവരുടെ ഇവിടെ ഇരുന്ന് ഡ്രഗ്സ് ഉപയോഗിച്ചായിട്ട്, അതായത് കഞ്ചാവ് ഉപയോഗിച്ചായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ഒരു 6 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടെ അവരുടെ മൊബൈൽ ഫോണും ഒരു 9.5 ലക്ഷത്തോളം രൂപയും എടുത്തിട്ടുണ്ട്. അതവരുടെ പ്രോഗ്രാം കിട്ടി എന്നാണ് പറയുന്നത്. ഇതിലെല്ലാം കംപ്ലീറ്റ് എല്ലാം വെരിഫൈ ചെയ്യും. എല്ലാവരുടെയും ദേഹപരിശോധനയിൽ കിട്ടിയിട്ടില്ല. അത് അവരുടെ മേശപ്പുറത്തും മറ്റൊക്കെയാണ് സൂക്ഷിച്ചത്. ഉപയോഗിച്ചിരുന്ന അയാൾ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ട് ബാക്കിയുള്ള നിയമപരമായ നടപടി സ്വീകരിക്കും. അതെ, കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഞങ്ങളിങ്ങനെ അറിവ് കിട്ടിയിട്ട് പ്രകാരം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അത് അവർ ഷോയ്ക്ക് കിട്ടിയ പണമായിരുന്നു പറഞ്ഞു. ഒരു 9.5 ലക്ഷം രൂപ. അത് അവർക്ക് അവരുടെ കൂടെയുള്ള ട്രൂപ്പിലെ മറ്റ് മെമ്പേഴ്സിന് ഷെയർ ചെയ്യാനുള്ള സാധനമാണ്. ഇപ്പോൾ അവർക്ക് കിട്ടിയ പൈസ ക്യാഷായിട്ട് കിട്ടിയതുകൊണ്ടാണ് ക്യാഷായിട്ട് സൂക്ഷിച്ചെന്ന് പറഞ്ഞു. അവർ നിലവിൽ 9 പേരാണ്. അവർ നിയമ നടപടികളും അതുപോലെ മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ബെയിൽ കൊടുത്തത്. എല്ലാവരും ആ സംഘത്തിൽപ്പെട്ട ആളുകളാണ്. ഇല്ല, ആരുടെയും പേഴ്സണൽ പ്രോപ്പർട്ടി ഒന്നും കിട്ടിയിട്ടില്ല. ഏതായാലും അതിനെക്കുറിച്ച് അവരുടെ ബാക്കിയുള്ള വിശദമായ അന്വേഷണം കൃത്യമായിട്ട് നടത്തും. അല്ല, അവർ പല ആളുകളും റെസ്റ്റ് എടുക്കണമായിരുന്നു. ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി വന്നപ്പോൾ റെസ്റ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ അതുപോലെ അവർ ഉപയോഗിച്ചതായിട്ട് അവർ നിരീക്ഷണത്തിൽ ഭാഗത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ഒക്കെ പറയും. ബാക്കിയുള്ള കാര്യങ്ങൾ മെഡിക്കൽ പരിശോധന നടത്തി ആവശ്യമായിട്ടുള്ള ഓൾറെഡി ഇപ്പോൾ അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ നിയമ നടപടിക്ക് ശേഷം ഞങ്ങൾ ജാമ്യം കൊടുക്കുന്നു. ആരുടെയും പേഴ്സണൽ പ്രോപ്പർട്ടി ഒന്നും കിട്ടിയിട്ടില്ല. പേഴ്സണൽ സ്ഥലത്തിൽ കിട്ടിയിട്ടില്ല.
ഒരു സോഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. അത് ഞങ്ങൾ സോഴ്സ് കണ്ടുപിടിക്കും. അത് നോക്കിയിട്ട് കൃത്യമായ നടപടികൾ ഞങ്ങൾ സീസ് ചെയ്ത പ്രോപ്പർട്ടീസ് സംബന്ധിച്ച് കൃത്യമായ നിയമ നടപടികൾ ഉണ്ടായിരിക്കും. 6 ഗ്രാം കഞ്ചാവ് പിടിച്ചിട്ടുണ്ട്. പിന്നെ കഞ്ചാവ് ക്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രഷ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പഫ് എന്ന് പറയുന്ന സാധനമുണ്ട്, അത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് OCB പേപ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഒരു വെയിങ് മെഷീൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് 2-3 കത്തി, ഒരു സിക്കിൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അതിൻ്റെ കൃത്യമായ നിയമ നടപടികൾ കൃത്യമായിട്ടുണ്ടാകും. എല്ലാവരും മെഡിക്കൽ നടത്തി അവരുടെ ബ്ലഡും മറ്റു തരത്തിലുള്ള ബയോളജിക്കൽ സാമ്പിൾ എല്ലാവരുടെ എടുത്ത് വിശദ നടപടി ഉണ്ടാകും. ഇല്ല, ലേഡീസ് ആരും ഇപ്പോഴില്ല. ഇപ്പോൾ നിലവിൽ 9 പ്രതികളുണ്ട്. 9 പ്രതികൾ. ഇതിൽ 3 പേർക്ക് നേരത്തെ കേസുള്ള ആളുകളാണ്. ഇയാളടക്കം നേരത്തെ കേസുള്ള NDPS കേസുള്ളതാണ്. ഈ പറഞ്ഞ ആൾക്കടക്കം ഈ ലഹരി കേസുള്ള ആളാണ്. ഈ ഇപ്പോൾ നിലവിൽ നമ്മൾ അറസ്റ്റ് ചെയ്ത ഹിരൺ എന്ന് പറയുന്ന വേടനടക്കമുള്ള ആൾക്ക് 3 NDPS കേസുള്ളതാണ്. വേടനെതിരെ ഒരു കേസുണ്ട്. ഇടുക്കി ജില്ലയിലേക്ക് അതെ NDPS കേസുള്ള ഒരു കേസുള്ളതാണ് എല്ലാം പറയും. അത് വെരിഫൈ ആണ്. ആൾ പറഞ്ഞ കഥയാണ്, അതൊന്ന് വെരിഫൈ ആണ്. അവർ പറഞ്ഞ അതെ 3 പേർക്ക് അത് അവർ അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്. അതിന് വെരിഫൈ ചെയ്യണം. അവർ ഏത് സ്റ്റേഷനിലെ കേസുകൾ വെരിഫൈ ചെയ്യണം. ഒരു പിന്നെ ടൂത്ത് പോലെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അത് ടൂത്താണ്, അത് ടൈഗറിൻ്റെ പുലിയുടെ പല്ലാണെങ്കിൽ അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിയമ നടപടി ഉണ്ടാകും. എന്തായാലും യുവാക്കൾക്ക് ഈ കഴിഞ്ഞ ഒരു പരിപാടിക്കിടയിൽ ഇദ്ദേഹം വലിയൊരു ഉപദേശം നൽകിയിരുന്നു. സിന്തറ്റിക് ഡ്രഗ്സ് ആരും ഉപയോഗിക്കരുത്, അത് ഉപയോഗിക്കാൻ പാടില്ല എന്നടക്കമുള്ള വലിയ ഉപദേശമൊക്കെ നൽകിയതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ കഞ്ചാവ് ഉപയോഗിച്ചതിന് ശേഷം മുറിയിൽ വിശ്രമിക്കെ കഞ്ചാവുമായി പിടിയിലാവുന്നത്. ഇവരുടെ ആളുടെ പക്കൽ നിന്നല്ല ഈ കഞ്ചാവ് പിടിച്ചത്. ഇവരുടെ മുറിയിൽ മേശപ്പുറത്ത് ഇരുന്ന നിലയിലായിരുന്നു. ഇവരുടെ ദേഹപരിശോധനയൊക്കെ നടത്തിയപ്പോൾ അവിടെ നിന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. വാഹനം പരിശോധിച്ചു. 2 വാഹനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഇന്നോവ കാറും മറ്റൊരു കാറും ഉണ്ടായിരുന്നു. ഈ 2 കാറുകളും പോലീസ് വിശദമായി പരിശോധിച്ചു. ആ പരിശോധനയിൽ യാതൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഇവരെ എല്ലാവരെയും ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടുത്തെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ഇനി വൈദ്യപരിശോധനയുണ്ട്. ആ വൈദ്യപരിശോധന നടത്തിയതിന് ശേഷമാവും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക. അതിനുശേഷം മജിസ്ട്രേറ്റ് തീരുമാനിക്കും അത് ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് മജിസ്ട്രേറ്റിന് മുമ്പിൽ എത്താതെ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിടാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. 6 ഗ്രാം മാത്രമായതുകൊണ്ടാണ്. കൂടാതെ ഇവരുടെ പക്കൽ നിന്നും ഈ പിടിച്ചെടുക്കുന്ന ത്രാസ്, കാർബൺ സ്റ്റീൽ ആക്സ് ഉണ്ട്, ഒരു കോടാലിയുണ്ട്, ഒരു പ്രത്യേകതരം കോടാലിയാണ്. അത് എന്തിനാണ് ഇവർ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഇത് ഇവരുടെ ഫ്ലാറ്റിൽ നിന്നും കണ്ടെത്തിയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇത് ഒരു പക്ഷേ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കും, അല്ലെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ 2022 ഈ വേടനെതിരെ ഒരു NDPS, അതായത് ഇത്തരത്തിലൊരു കേസ് നേരത്തെയും ഉണ്ടായിരുന്നു. ഇയാൾ സഞ്ചരിച്ച കാറിൽ നിന്നുമാണ് ഈ ലഹരി വസ്തുക്കൾ കണ്ടെടുത്തത്. അത് അടിമാലിയിലായിരുന്നു ആ കേസ് ഉണ്ടായിരുന്നത്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ വേടന് ഇപ്പോൾ ഈ അറസ്റ്റ് ആവുന്നതിന് തൊട്ട് മുമ്പ് മറ്റൊരു കേസ് കൂടി ഉണ്ടായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാൾ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്നാണ് പോലീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും യുവാക്കളുടെ ഒരു വലിയ ഹീറോ ആയിരുന്ന, അല്ലെങ്കിൽ വലിയൊരു ആരാധനാപാത്രമായിരുന്ന ആളാണ് ഇപ്പോൾ കഞ്ചാവുമായി പിടിയിലായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്നത്. നിരവധി പരിശോധനകളാണ് പോലീസും എക്സൈസും ചേർന്ന് ഇപ്പോൾ നടത്തുന്നത്. ഡാൻസ് സ്റ്റാഫിൻ്റെ പ്രത്യേക സംഘമാണ് ആദ്യം ഇവരുടെ അടുത്തേക്ക് എത്തുന്നത്. പിന്നീട് ഹിൽ പാലസ് പോലീസ് എത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയായിരുന്നു. കൊച്ചിയിൽ നിന്നും അഭിശങ്കറിനൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.